ഞാനിതാ ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അത്ര വലിയ കളക്ഷനൊന്നുമില്ല. പിന്നെന്താ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഈ ബ്യൂട്ടി ഫീൽഡിൽ നിൽക്കുന്ന ആളല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആകെ കൂടി യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്സ് ആണ്. വേറെ പ്രത്യേകിച്ച് ഞാൻ ബാക്കിയുള്ള കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറുമുണ്ട്. അപ്പം ഞാനിത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിപ്സ്റ്റിക്ക് വാങ്ങുന്ന സമയത്ത് എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങളും ചില പ്രശ്നങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഈ ഷെയ്ഡ് മദ്രാസ് കാപ്പി. ഇത് ഞാൻ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഭയങ്കര ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പം തീരാറായിട്ടുണ്ട് ഏകദേശം. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ഞാനിത് വാങ്ങിയിട്ടുള്ളത് PG സമയത്താണ്. PG ജോയിൻ ചെയ്ത സമയത്താണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത്. അടുത്ത ഷെയ്ഡ് ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ട്, ഇത് ലാക്മിയുടെ ആണ്. ഈ ഒരു ഷെയ്ഡും ഞാൻ ആ മദ്രാസ് കാപ്പി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതും ന്യൂഡ് തന്നെയാണ്. ഇത് ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു കളറാണ് ലിപ്പിന് ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് ഈ ഷെയ്ഡും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച ലിപ്സ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് തീർന്നാലും ഞാനിതിങ്ങനെ ഇടയ്ക്ക് എടുത്ത് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് DLC 003. ഇത് ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാനും എൻ്റെ കസിനും കൂടി പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. കുറച്ച് ഡാർക്കായിട്ടുള്ള, കുറച്ച് എന്താ പറയുക, എടുത്ത് നിൽക്കുന്നൊരു ഷെയ്ഡാണ്. കുഴപ്പമില്ല, ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ലാത്തൊരു ഷെയ്ഡാണിത്. അടുത്തത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് മാമാ എർത്തിൻ്റെ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ന്യൂഡ് പഞ്ച്. എനിക്ക് കൂടുതൽ ഈ ന്യൂഡ് ഷെയ്ഡ്സിനോടാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ന്യൂഡ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാറുള്ള ഒരാളാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഈ ഒരു കളറാണ്. അത്യാവശ്യം നല്ല ഷെയ്ഡായിട്ട് തന്നെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് വലിയ റിഗ്രറ്റ്സോ കാര്യങ്ങളോ ഇല്ല വാങ്ങിയതിൽ. ഇത് എനിക്കൊന്ന് റീസെൻ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ്. അടുത്തത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഡിസ്ഗൈസിൻ്റെ നൊസ്റ്റാൾജിക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതെനിക്ക് ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ഷെയ്ഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്ര ഡാർക്ക് യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് ഇത്ര ഡാർക്കിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഷെയ്ഡിനെ കുറിച്ച് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. എന്നാലും ഞാനിതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഈ പീച്ച് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട്. ഇത് മാമാ എർത്തിൻ്റെ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതും ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണിത്. എല്ലാം ലൈറ്റായിട്ട് കിടക്കും നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് ഇത് സെക്കൻഡ് വണ്ണാണ്. ഞാൻ ഒരു തവണ ഇത് നെക്സ്റ്റ് ഒന്ന് എടുത്തിട്ട് അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ഞാൻ സൂഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്ലിക്കിറ്റ് ഹൈ ഷൈൻ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇത്രയും റിഗ്രറ്റ് ചെയ്തൊരു സാധനം വേറെയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് സൂഡിയോയിൽ നമുക്ക് ചീപ്പായിട്ട് കോസ്മെറ്റിക്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചുണ്ട് ഫുള്ള് ചൊറിയും.
അങ്ങനെ ഭയങ്കര അലർജി പോലെ എനിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് യൂസ് ചെയ്യാറില്ല. എൻ്റെ ഐലൈനറും അങ്ങനെ തന്നെയാണ് ഞാൻ സൂഡിയോന്ന് വാങ്ങിച്ചത്. പിന്നെ ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഹെർബ് എൻറിച്ച്ഡ് ആയുർവേദിക് ലിപ്സ്റ്റിക് മൈക്രോ മിനി കിറ്റാണ്. ഇതിനകത്ത് 16 ഷെയ്ഡ്സാണ് വരുന്നത്. 16 മൈക്രോ മിനി ലിപ്സ്റ്റിക്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഇത്രയാണ് ആ 16 ലിപ്സ്റ്റിക്സ്. ഇതിന് പിങ്ക്, പിന്നെ ബ്രൗൺ ആൻഡ് റെഡ്, ഇതിൻ്റെയൊക്കെ പല പല ഷെയ്ഡ്സ് ആയിട്ടാണ് ഈ ലിപ്സ്റ്റിക്സ് മൊത്തം വന്നിട്ടുള്ളത്. ഈ ഒരു സാധനം ഇസ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊച്ച ബ്രൗൺ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ശിവാംഗി എന്ന് പറഞ്ഞിട്ടൊരു പിച്ചി കോറൽ ഷെയ്ഡാണ്. ഇതൊരു റെഡിൻ്റെ ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നെക്സ്റ്റ് വൺ വന്നിട്ട് നിക്കിത എന്ന് പറഞ്ഞിട്ട് ഇതൊരു കാരമൽ മീഡിയം ബ്രൗൺ ആണിത്. ഈ ഒരു ഷെയ്ഡ് ബ്രൗൺ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് അനിക എന്ന് പറഞ്ഞിട്ട് ബ്രൈറ്റ് പിങ്ക് ആണ്. ഇത് വന്നിട്ട് ആക്ഷി എന്ന് പറഞ്ഞിട്ടൊരു മീഡിയം ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണിത്. ഇത് വന്നിട്ട് സെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ബേൺഡ് റെഡാണ്. ഞാൻ ഈ റെഡ് അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് ഈ റെഡ് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷെയ്ഡ്. നീപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പ് ഷെയ്ഡാണ്. ഇതിങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു സാധനം എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതിനകത്ത് ടിൻറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വല്ലാണ്ട്. ഇത് ടിൽത്തു എന്ന് പറഞ്ഞിട്ട് ഡീപ്പ് പിങ്ക് ഷെയ്ഡാണ്. ഇത് ജനീത പ്ലം ബ്രൗൺ ആണ്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഭാവന, ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതൊക്കെ നല്ല ഷെയ്ഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ജോവിത, ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. അത് കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആയിരുന്നു ഈ ഒരു ഷെയ്ഡ്. പിന്നെതാ ഈ ഒരു തൻവി എന്ന് പറഞ്ഞിട്ടൊരു ഡീപ്പ് റെഡ്, ഇതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതല്ല, എനിക്ക് ഡാർക്ക് ഇഷ്ടമല്ലെങ്കിലും റെഡായിട്ടുള്ളതൊന്നും ഇഷ്ടമല്ലെങ്കിലും എനിക്കത് ഇഷ്ടമുണ്ടായിരുന്നു. ഇത് ക്രിസ്റ്റൽ, ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇതും. നെക്സ്റ്റ് വൺ സ്വാഗത, ഇതൊരു റോസ് പിങ്ക് ഷെയ്ഡാണ്. ഇത് മാർഗി എന്ന് പറഞ്ഞിട്ടൊരു റോസ് ബ്രൗൺ, ഇത് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡായിരുന്നു. ഇത് ടോലി എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ബ്രൗൺ ആണ്. ഇതും എനിക്ക് അത്ര വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ കളക്ഷൻസിൽ എനിക്ക് ബ്രൗൺ ഷെയ്ഡ്സ് ആണ് തീരെ ഇഷ്ടമാവാഞ്ഞത്. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ബ്രൗണിലാണ് കുറച്ച് എനിക്ക് അധികം ടിൻസില്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടൊക്കെ വാങ്ങിക്കുക. അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ അങ്ങനെയൊന്നും പോയി വാങ്ങിക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സൂഡിയോൻ്റെ ലിപ്സ്റ്റിക്കിൽ പറ്റിയതുപോലെ എനിക്കിത് തീരെ പറ്റുന്നില്ല. ഭയങ്കര ചൊറിച്ചിലാണ് ചുണ്ട് മൊത്തം. ഐലൈനർ അങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ കോസ്മെറ്റിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങിക്കുക. കാരണം നമ്മുടെ സ്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഉള്ളിലേക്ക് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലപോലെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഇതെല്ലാം നല്ലതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, പക്ഷെ ഞാനിതൊക്കെ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു മൂഡനുസരിച്ചിട്ടാണ്. ഞാൻ ചില ദിവസങ്ങളിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് പോകും, ചില ദിവസങ്ങളിൽ ഇടാണ്ട് പോകും. അങ്ങനെ ഞാൻ ഇതിനൊന്നും വലിയ കെയർ കൊടുക്കാറില്ലാത്തതാണ്. അപ്പോൾ പിന്നെ എന്തായാലും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ സാധനം വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.